പിണറായി വിജയൻ ഇപ്പോൾ കഷ്ടകാലാണെന്ന് തോന്നുന്നു. തൊടുന്നതെല്ലാം അബദ്ധമായിട്ട് പോകുന്നുണ്ട്. 10 വർഷക്കാലം സർവാധിപനായിട്ട് ഭരിച്ചിട്ട് ഇപ്പൊ എല്ലാവരും മെക്കിട്ട് കയറിയും കൊണ്ടിരിക്കുകയാണ്. മകളാണെങ്കിൽ ഇന്ന് ജയിലിൽ പോവോ നാളെ ജയിലിൽ പോവോ എന്നുള്ള അവസ്ഥയിലാണ് ഇരിക്കണത്. ഇവിടെ ബാക്കിയുള്ള MLA-മാരാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് വായ തുറന്ന് പറ എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയന്റെ മെക്കിട്ടും കയറുന്നുണ്ട്. എന്നിട്ട് ഒന്നും പറയാണ്ട് ലാസ്റ്റ് ഇന്നലെ പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തി. അതാണെങ്കിൽ ഏറ്റവും വലിയ അബദ്ധമായി പോയി. കാരണം അതിൽ പറഞ്ഞ കാര്യങ്ങൾ ആർക്കും മനസ്സിലായില്ല. CPM-കാർക്കും മനസ്സിലായില്ല, കോൺഗ്രസ്സുകാർക്കും മനസ്സിലായിട്ടില്ല. കാരണം അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ധനബില്ലിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിന് ടാക്സ് കമ്മിയാക്കിയല്ലോ, അത് ഒളിച്ചു കളി നടത്തിയതാണ്, അത് എന്നെ അറിയിച്ചില്ല എന്നൊക്കെയാണ് പിണറായി വിജയൻ പറഞ്ഞത്. ആ പറഞ്ഞ കാര്യം വേറെന്തോ വലിയ കടുകട്ടിയുള്ള ഭാഷയിൽ പറഞ്ഞുകൊണ്ട് ആർക്കും മനസ്സിലായില്ല. അതാണ് സംഭവം. ഒരു കാര്യം മനസ്സിലാക്കണം, ജൂലൈ 1-നാണ് ധനബില്ല് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി തയ്യാറായത്. അതെന്തായാലും കാര്യസമിതിയെ നേരത്തെ അറിയിച്ചിട്ടുണ്ടാവും. കാര്യസമിതിയിലെ ഒരു അംഗങ്ങളുടെ നേതാവ് തന്നെയാണ് പ്രതിപക്ഷ നേതാവും കെ രാജനും. അപ്പോൾ ഇവരെന്തായാലും അറിയിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് അറിഞ്ഞിട്ടില്ല പറയുന്നത് എന്തായാലും പിണറായി വിജയന്റെ ഒരു മണ്ടത്തരായിട്ട് തന്നെയാണ് ഇപ്പൊ തോന്നുന്നത്. അത് നിയമസഭയിൽ അപ്പം തന്നെ എടുത്ത് എന്തുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞില്ല? എന്തിന് സെപ്പറേറ്റ് ഒരു പത്രസമ്മേളനം വിളിച്ച് പറയുന്നത്? കാരണം നിയമസഭയിൽ എന്തെങ്കിലും പറഞ്ഞ അപ്പം തന്നെ മുഖ്യമന്ത്രി അതിന് ഡബിൾ ഡോസിൽ തിരിച്ചു കൊടുക്കുന്ന പേടിച്ചിട്ട് തന്നെ ആയിരിക്കും. അപ്പൊ പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂടെ ഇരിക്കണം ശ്രീജുഷ. ഇന്ന് പത്രവാർത്തകളിൽ ഏറ്റവും പ്രധാനത്തോടെ നിൽക്കുന്ന ഒരു വാർത്തയാണ് PSC തട്ടിപ്പുമായിട്ട് ഉള്ള ഒരു വാർത്ത. അതായത് പ്ലാനിംഗ് ബോർഡ് ചീഫ് പരീക്ഷാ നടത്തിപ്പിൽ PSCയിൽ നടന്ന ക്രമക്കേടിനെ കുറിച്ച് അന്വേഷണത്തിലും അട്ടിമറി എന്നുള്ള വാർത്തയാണ്. പോലീസ് വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ എത്തി PSCയിൽ പ്രവർത്തിക്കുന്ന ആഭ്യന്തര വിജിലൻസ് സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കാനാണ് യോഗത്തിൽ തീരുമാനിച്ചത്. എന്നാൽ ചെയർമാൻ അന്വേഷണം കൈമാറിയത് തനിക്ക് കീഴിലെ പരീക്ഷാ കൺട്രോളർക്ക്. അതായത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരീക്ഷയിൽ, അതായത് ചോദ്യങ്ങളിലും തട്ടിപ്പ് നടന്നു എന്നുള്ളത്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പരീക്ഷാ കൺട്രോളറെ തന്നെയാണ് നിയമിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല 3 ആഴ്ചയ്ക്കുള്ളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും ഒഴിവുകൾ 3 ആഴ്ചയ്ക്കുള്ളിൽ ഒഴിവുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സർക്കാരിന് കൊടുക്കണമെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അത് കൃത്യമായി നടത്താത്ത പക്ഷം അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അവർക്കെതിരെ നടപടി എടുക്കുമെന്നും പറഞ്ഞിരുന്നു. PSCയുമായി ബന്ധപ്പെട്ട നിയമങ്ങളും അതുപോലെ തന്നെ PSCയും കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ കാരണങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അതെ, വീഡിയോ ശേഷം ആദ്യം പറഞ്ഞിട്ടുണ്ട് PSCന്റെ നിയമനം ഇനി പെട്ടെന്ന് ആക്കുന്നുള്ളത്. ഇല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാലും ലിസ്റ്റിലുണ്ടെങ്കിലും വിളിയൊന്നും ഉണ്ടാവാറുണ്ടായിരുന്നില്ല. പിന്നെ അടുത്തൊരു ന്യൂസാണ്, കൊറേഷ്യയെ സൈഡാക്കിയിട്ട് പോർച്ചുഗൽ. ഇന്നലെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും പോർച്ചുഗൽ 2-1 ജയിച്ചത്. ഇന്നലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹൈലൈറ്റ്സാണ് കണ്ടത്. പക്ഷെ അതിൽ ഭയങ്കര പൊരുത്തക്കേട് ഉണ്ടായിരുന്നു. ഇവരടിച്ച ഗോളുകൾ ഓഫായിട്ടും മറ്റേതായിട്ടൊക്കെ കുറേയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് 2-1 എന്തായാലും പോർച്ചുഗൽ ഇപ്പോൾ പ്രീ ക്വാർട്ടറിൽ എത്തി. എന്തായാലും വേൾഡ് കപ്പ് ഇപ്രാവശ്യം പോർച്ചുഗലിന് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. ഇത്രയും കാലമായിട്ട് എടുത്തിട്ടില്ല. ഇനി എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ അർജന്റീനയുടെ കളി ഉണ്ടായിരുന്നു. അർജന്റീന സൂപ്പറായിട്ട് തന്നെ ജയിച്ചിട്ടുണ്ട്. നല്ലൊരു കളി തന്നെ കാഴ്ചവെച്ചിരിക്കുന്നത്. എന്തായാലും അർജന്റീനയ്ക്ക് ഇനി വലിയ അല്ലലില്ലാതെ സെമി അടക്കം കടക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു വാർത്ത ഇൻസ്റ്റഗ്രാമും മെറ്റ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. സാമൂഹിക മാധ്യമ ആപ്പായ ഇൻസ്റ്റഗ്രാം കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ഉള്ളടക്കമുള്ള പരസ്യങ്ങൾ ഇന്ത്യയിൽ നൽകുന്നുണ്ടെന്ന് BBC വെളിപ്പെടുത്തിയതോടെ കർശനമായ ഇടപെടലുമായി കേന്ദ്ര സർക്കാർ. ഇൻസ്റ്റഗ്രാമിന്റെ മാതൃ കമ്പനിയായ മെറ്റയുടെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി വിശദീകരണം തേടും. ഇത് സംബന്ധിച്ച് കേന്ദ്ര IT ഇലക്ട്രോണിക്സ് മന്ത്രി അശ്വിനി വൈഷ്ണവ് നിർദ്ദേശം നൽകി. ഇത്തരം പരസ്യങ്ങൾ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടെന്ന് മെറ്റയ്ക്ക് വിശദീകരണം നൽകേണ്ടി വരും. ഇപ്പോഴാണ് കുട്ടികളെ ഉപദ്രവിക്കുന്നതുമായിട്ട് അതുപോലെയുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്ന ഒരു സമയത്ത് തന്നെയാണ് മെറ്റ കമ്പനി കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ കൂടുതലായിട്ട് ഇതിൽ നൽകുന്നു എന്നുള്ള മറ്റൊരു വാർത്ത. അതിൻ്റെ വിശദീകരണം, അതായത് അവർ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നിയമങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ മെറ്റ അതുപോലെയുള്ള സാമൂഹിക മാധ്യമങ്ങൾ ഇതിൽ കൂടുതൽ കെയർഫുൾ ആയിരിക്കണം എന്നുള്ള രീതിയിലുള്ള വാർത്തയാണിത്. അതുമാത്രമല്ല, മെറ്റ കമ്പനി ഇനി സർക്കാരിനോട് വിശദീകരണം നൽകേണ്ടി വരുമെന്നാണ് പറയുന്നത്. അതിപ്പോൾ കുറച്ചായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഏതെടുത്താലും അതിൽ കുറച്ച് 18+ കണ്ടന്റ് കൂടുതലായിട്ട് വരുന്നുണ്ട്. പണ്ട് ഇത്രയും ഉണ്ടായിരുന്നില്ല. കാരണം അതിന് റെസ്ട്രിക്ഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ റെസ്ട്രിക്ഷൻ കുറച്ച് കമ്മിയാക്കിയ പോലെ ഉണ്ടാവും. അത് ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്തൊരു ന്യൂസാണ്, ഇന്ന് ചക്ക ദിനമാണ്. അങ്ങനെ ഒരു ദിനം ഉണ്ടെന്ന് എനിക്ക് ഇത്രയും കാലം അറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് പേപ്പർ കാണുമ്പോഴാണ് അറിയുന്നത്.
ചക്കര എന്നാണ് പറയുന്നത്. നമ്മൾ പൊതുവേ ഗ്രേപ്പ് വൈൻ, ആപ്പിൾ വൈനൊക്കെയാണ് നമ്മൾ സാധാരണ കഴിക്കാറുള്ളത്. ഞാനും അതൊക്കെ തന്നെ കഴിച്ചിട്ടുള്ളൂ, കൂടുതലും ഗ്രേപ്പാണ്. പക്ഷെ ചക്കയിൽ നിന്ന് വൈൻ ഉണ്ടാക്കും എന്നുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ര അറിയില്ല. പക്ഷെ ചക്ക ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്, ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം. അപ്പോൾ അത്യാവശ്യം ഐസ്ക്രീം കമ്പനികൾ നന്നായിട്ട് ഇറക്കുന്നുണ്ട്. ഷുഗറിന് ഏറ്റവും നല്ലതാണ് ചക്ക എന്ന് വീട്ടുകാർ പറയണ കേൾക്കാറുണ്ട്. പക്ഷെ പല ഡോക്ടറും ഷുഗറിന് ഇത് മോശമാണ് എന്നുള്ളതും പറയുന്നുണ്ട്. പക്ഷെ നല്ലതാണെന്നാണ് ഭൂരിപക്ഷ ആൾക്കാരും പറയാറുള്ളത്. നമ്മുടെ നാട്ടിൽ ചക്കയും റോട്ടിലൊക്കെ വീണ് പൊളിഞ്ഞ് കിടക്കണത് ഇഷ്ടംപോലെ കാണാറുണ്ട്. പക്ഷെ അത്യാവശ്യം വാളയാറ് കഴിഞ്ഞ് കോയമ്പത്തൂർ എത്തി തൃച്ചി ആ ഭാഗമൊക്കെ എത്തുമ്പോൾ ഒരു ചക്കയ്ക്ക് നിങ്ങൾക്ക് 2000-3000 രൂപയാണ് കൊടുക്കേണ്ടി വരുന്നത്. അത്രയും വലിയ ബിസിനസ് സാധ്യതയാണ് ചക്കയ്ക്കുള്ളത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ചക്ക ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കോടീശ്വരനാവാനും പറ്റും. കാരണം നമ്മുടെ നാട്ടിലാണ് ചക്കയ്ക്ക് വിലയില്ലാത്തതുള്ളൂ, വെളിയിൽ അതിന് പൊന്നും വിലയാണ്. അടുത്ത ന്യൂസ് അയോധ്യയുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 8 പേരിൽ 5 ആളുകൾ എണ്ണുന്നതിനിടയിൽ പണം വസ്ത്രത്തിനുള്ളിലും കാലുറകളിലും ഒളിപ്പിക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തി. ഇതേ തുടർന്ന് കാണിക്കപ്പണം എണ്ണുന്ന കേന്ദ്രത്തിൽ സുരക്ഷ ശക്തമാക്കിയ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ജീവനക്കാർ കീശയില്ലാത്ത പ്രത്യേക യൂണിഫോം നിർബന്ധമാക്കി. പക്ഷെ എണ്ണുന്നതിനിടയിൽ മാത്രമല്ല, അല്ലാതെയും കൊള്ള നടക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ യൂണിഫോമിൽ മാറ്റം വരുത്തുന്നത് കൊണ്ട് അതിൽ നേട്ടങ്ങൾ, അതായത് അതിൽ കൂടുതൽ കാര്യങ്ങൾ മാറ്റം വരുത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കണോ എന്നുള്ളതാണ്. ഒരു കോടിക്കണക്കിന് രൂപയുള്ള സ്ഥലത്തിൽ ഒരു 500 രൂപ 10 രൂപ എടുത്ത് കീശയിൽ ഇട്ടാൽ അതിൽ വലിയ വ്യത്യാസമൊന്നും വരാനൊന്നും പോണില്ല. 1 കോടിയിൽ നിന്ന് 10 രൂപ പോയാൽ എന്തായാലും ഇപ്പോൾ വ്യത്യാസം വരിക. മറ്റൊന്ന് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. അതായത് വിഴിഞ്ഞം പോർട്ടിൽ അദാനിയുടെ 49% ഓഹരികൾ മറ്റൊരു ഭീമമായ കമ്പനിയിലേക്ക് നൽകിയിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഒരു വലിയ കമ്പനിക്ക് ഇത്രയും വലിയ ഓഹരി നൽകാൻ കഴിയില്ലെന്നും VD സതീശൻ ഇന്നലെ സമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു. ശരിയാണ്, 49% വേറെ കമ്പനിക്ക് പോവുകയാണെങ്കിൽ അതൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തന്നെയായിരിക്കും. മറ്റൊരു വാർത്ത, ഇപ്പോൾ മുട്ടയുടെ വില ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കാരണം ഇന്നലെ വരെ 7 രൂപ 8 രൂപ ഉണ്ടായിരുന്ന മുട്ടയ്ക്ക് ഇന്ന് 10 രൂപയായിട്ട് 10 രൂപ മുതൽ 14 രൂപ വരെ ആയിരിക്കുകയാണ്. ഇത് കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. കാരണം സാധാരണ ആളുകൾ കൂടുതലായിട്ട് മുട്ടകൾ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്താറുണ്ട്. പക്ഷേ അവിടെ ഇപ്പോൾ ചതിച്ചിരിക്കുകയാണ്. അതായത് 14 രൂപയിലേക്കാണ് അതിൻ്റെ വില ഉയർന്നിരിക്കുന്നത്. ഇനി മറ്റൊരു വാർത്ത ലഹരിയുമായി ബന്ധപ്പെട്ടതാണ്. തൂഫാൻ എന്നുള്ള ഒരു പുതിയ പ്രവർത്തനം കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇന്നലെ തൂഫാൻ ഒരു മാസം പിന്നിട്ട് അതിൻ്റെ 2ാം ഘട്ടം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത വരുന്നത്. അതായത് ലഹരി സംഘത്തിൻ്റെ ഭീഷണിയിൽ ഭയന്ന് പകലന്തിയോളം പെരുവഴിയിൽ കഴിയുകയാണ് ഈ കുടുംബം. ചക്രവണ്ടിയിൽ ലോട്ടറി വിറ്റ് ജീവിതമാർഗം കണ്ടെത്തുന്ന നാസർ ഭാര്യയ്ക്കും സ്കൂൾ വിദ്യാർത്ഥികളായ 3 മക്കൾക്കുമൊപ്പം പകൽ മുഴുവൻ തെരുവിലാണ്. രാത്രി എല്ലാവരും കൂടി വാത്തുരുത്തി കോളനിയിലെ വീട്ടുവകുപ്പിൽ ഭീതിയോടെയാണ് തള്ളി നീക്കുന്നത്. സഹികെട്ടതോടെയാണ് തേവര പോലീസിൽ പരാതി നൽകിയതും അതിൻ്റെ നടപടിയുമായി മുന്നോട്ട് പോയതും. പക്ഷെ ഭീഷണിപ്പെടുത്തുക, അതായത് ലഹരി സംഘം ഭീഷണിപ്പെടുത്തുന്നതിന് പിന്നാലെ, അതായത് ഒരു കാല് പോലെ മീൻസ് ഒരാൾ നടക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് അവർ ഭീഷണിപ്പെടുത്തുന്നത്. അത് മാത്രമല്ല, തൂഫാൻ പോലുള്ള സംഘടനകൾ ഇത്ര ഊർജിതമായി നടക്കുന്ന സമയത്തും ഇത്തരം പാവപ്പെട്ടവരെ കാണുന്നില്ല എന്നുള്ളത് തൂഫാൻ സംഘടന കൂടുതൽ ഊർജിതമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഇത്തരം ലഹരി കാരണം മറ്റുള്ളവർക്ക് അത് ഉപദ്രവം ഉണ്ടാക്കുമ്പോൾ, അതായത് ലഹരി പിടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാവുമ്പോൾ അതുകൂടെ അവരുടെ പരിഗണനയിൽ വരേണ്ടതുണ്ട്. മറ്റൊരു വാർത്ത, വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. വീടുകളിലെ സ്വർണം വിപണിയിലേക്ക് എത്തിക്കുന്നതിന് പുതിയ ഗോൾഡ് മോണിറ്റൈസേഷൻ പദ്ധതി പരിഗണിച്ച് കേന്ദ്ര സർക്കാർ. വീടുകളിൽ ഉപയോഗിക്കാതിരിക്കുന്ന 1000 ടൺ സ്വർണമെങ്കിലും വിപണിയിൽ തിരിച്ചെത്തുകയാണ് ലക്ഷ്യം. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. അതായത് വീടുകളിൽ ഉപയോഗിക്കാതിരിക്കുന്ന സ്വർണ്ണങ്ങൾ അവ വെച്ചിട്ട് കൂടുതൽ എന്താ പറയുക, നല്ല പദ്ധതികൾക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പദ്ധതിയാണിത്. ഇത് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കാം.
കാണുമ്പോൾ അങ്ങനെ തോന്നും, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ വീട്ടിലിരിക്കുന്ന സ്വർണം വെളിയിൽ കാണിച്ചാൽ ആ സ്വർണത്തിന് ഇനി ടാക്സ് അടയ്ക്കണം. അപ്പോഴും നമുക്ക് തന്നെയാണ് നഷ്ടം ഉണ്ടാവുക. പക്ഷെ ടാക്സ് അടയ്ക്കണം കൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തം ഗവൺമെൻറ് ഏറ്റെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതെന്തായാലും ഏറ്റെടുക്കാൻ മുമ്പില്ല. നിങ്ങളുടെ സ്വർണം പോയത് പോയത് തന്നെയാണ്. പിന്നെ അടുത്തൊരു ന്യൂസാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം പാർലേൻ്റെ മെലഡി ചോക്ലേറ്റ്. അപ്പോൾ ഈ പാർലെ കമ്പനിക്ക് പാർലേജി ബിസ്ക്കറ്റ് ഉണ്ട്, പാർലേജി ഗ്ലൂക്കോസ്. എനിക്ക് തോന്നുന്നു 1938 മറ്റെയാണ് പാർലേജി ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് തുടങ്ങുന്നത് സ്വാതന്ത്ര്യ സമര കാലത്ത്. കാരണം അന്ന് ബ്രിട്ടാനിയ എന്ന കമ്പനി ഉണ്ടായിരുന്നു. 1800 സംതിങ് കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ലക്ഷറി ആൾക്കാർക്ക് മാത്രം കഴിക്കാൻ പറ്റുന്ന, റിച്ച് ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ബിസ്ക്കറ്റ് ആയിരുന്നു. അന്ന് ബിസ്ക്കറ്റ് എന്ന് പറയണത് തന്നെ പണക്കാർ മാത്രം കഴിക്കുന്ന ഒരു ഭക്ഷണമായിരുന്നു. അന്നത് ഗോതമ്പിലും നല്ല രീതിയിൽ കുക്കീസിലും ഒക്കെ ഉണ്ടാക്കിയതാണ്. പക്ഷെ പാർലേജിയാണ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ പാവപ്പെട്ടവനും കഴിക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റ് എന്നുള്ള കൺസെപ്റ്റായിട്ട് വന്ന് നല്ല ഹിറ്റാവുന്നത്. അതിന് ശേഷമാണ് അവർ മെലഡി ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവരുന്നത്. ഈ പാർലേൻ്റെ IPO എന്തായാലും ഇപ്രാവശ്യം വരും. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു 100 വർഷം പഴക്കമുള്ള ഒരു കമ്പനി IPOയിൽ ലിസ്റ്റ് ചെയ്യണം. ഇത്രയും കാലമായിട്ട് ഈ കമ്പനി വന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് പേഴ്സണലി അതിശയമായിട്ട് തോന്നുന്നുണ്ട്. ഇത് ഷെയർ മാർക്കറ്റിലുള്ള ആൾക്കും, ഒരു ഷെയർ മാർക്കറ്റിൽ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്കും ഇത് ചിലപ്പോൾ ഒരു കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ അതെന്തായാലും അടുത്ത് തന്നെ IPO അവരുടെ ഓപ്പൺ ആവും. പാർലെ 100 വർഷം പഴക്കമുള്ളത് കൊണ്ട് ഇനി അടുത്ത 100 വർഷം സുഖമായിട്ട് പോകുന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഇറ്റാലിയൻ പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് നല്ലൊരു പരസ്യം തന്നെ, ഒരു പാർലെ മെലഡിയൊക്കെ കഴിക്കണ ഒരു വീഡിയോസൊക്കെ വൈറലായത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം. മറ്റൊരു വാർത്ത സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് 1000 രൂപയാണ് ഇപ്പോൾ സ്വർണത്തിന് പവന് കൂടിയിരിക്കുന്നത്. ഏതായാലും 1000 രൂപ ഒരു ചെറിയ വിലയല്ല. ഈ അടുത്ത് ഇതിൽ ചെറിയൊരു കുറവുണ്ടായിരുന്നു. പക്ഷെ അത് ഏറ്റവും കൂടുതൽ കുതിപ്പോടെയാണ് ഇപ്പോൾ വീണ്ടും സ്വർണത്തിന് വില കൂടിയിരിക്കുന്നത്. പവന് 1000 രൂപ ഉയർന്ന് 1,07,800 രൂപയിലാണ് ഇപ്പോൾ സ്വർണ്ണവില എത്തി നിൽക്കുന്നത്. അടുത്തത് ഒരു കൗതുകകരമായ വാർത്തയാണ്. ഏകദേശം 8 ദിവസം 9 നിലയുള്ള ഭൂകമ്പത്തിൽ പൊളിഞ്ഞു വീണ ഒരു കെട്ടിടത്തിന് താഴെ ഒരു വ്യക്തി തൻ്റെ ജീവൻ സംരക്ഷിച്ച് നിലനിൽക്കുകയും തുടർന്ന് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്ത ഒരു വാർത്തയാണുള്ളത്. ഭൂകമ്പത്തിൽ തകർന്നു വീണ 9 നില കെട്ടിടത്തിന്റെ അടിയിൽ ഒരു ജീവൻ തുടിക്കുന്ന കാര്യം ആദ്യം തിരിച്ചറിഞ്ഞത് കോസ്ട്രിക്കയിൽ നിന്നുള്ള റെഡ് ക്രോസ് പ്രവർത്തകനായിരുന്നു. ഗാരിയ പ്ലേയ ഗാൻഡെ മാളിന് സുരക്ഷാ ജീവനക്കാരൻ ഹെർനാൻ ആൽബർട്ടോ ഗിൽഫോറസ് ആയിരുന്നു കോൺക്രീറ്റ് കൂമ്പാരത്തിനടിയിൽ പെട്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, അതിനടിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം എൻ്റെ ഭാര്യയെ അറിയിക്കരുത്, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടതിന് ശേഷം മാത്രമേ അവരത് അറിയാൻ പാടുള്ളൂ. അതായത് അദ്ദേഹത്തിന് താൻ രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ എന്താ പറയുക, പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടുത്തെ രക്ഷാപ്രവർത്തനം അത്രത്തോളം ഊർജിതമായതിനെ തുടർന്ന് തന്നെയാണ് അദ്ദേഹത്തിന് 8 ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയത്. ചെറിയ കാര്യമല്ല. കാരണം വായു ഇല്ലാണ്ട് 5 മിനിറ്റ് നിൽക്കാൻ പറ്റില്ല. ഭക്ഷണം ഇല്ലാണ്ട് 3 ദിവസത്തിൽ കൂടുതൽ സർവൈവ് ചെയ്യില്ല എന്ന് പറയാം. വെള്ളം ഇല്ലാണ്ട് 7 ദിവസത്തിൽ കൂടുതൽ സർവൈവ് ചെയ്യില്ല എന്ന് പറയാം. ഇതെല്ലാം അതിജീവിച്ചിട്ട് ഒരാൾ 8 ദിവസം ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ മനക്കരുത്ത് അത് ചില്ലറയൊന്നും അല്ല. അതായത് ഏകദേശം ഈ ഒരു അപകടത്തിൽ 2200 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് ഇദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഇസ്രായേൽ വാർ നടന്നിട്ട് തന്നെ അതിൽ 3800 പേര് മരിച്ചു എന്നാണ് കണക്ക്. ഇത് ഒന്നുമില്ലാണ്ട് ഭൂകമ്പത്തിൽ എല്ലാം കൂടി പോയ പോലെയായി. മറ്റൊരു വാർത്ത തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ടതാണ്. അതായത് കാരൂർ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ഉള്ള നീതിയുമായിട്ടാണ് ഇപ്പോൾ TVK സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വിജയ് മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപ് നടത്തിയ ഒരു മാനാടിൽ ഏകദേശം 41 പേര് മരണമടഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ 41 കുടുംബങ്ങളിലെയും ഒരു വ്യക്തിക്ക് സർക്കാർ ജോലി നൽകാമെന്നുള്ള ഒരു പുതിയ കാര്യമാണ് ഇപ്പോൾ വിജയ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നല്ലൊരു തീരുമാനമാണ്. മറ്റൊരു വാർത്ത, 16 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ അനുഷ്ക പ്രധാന കഥാപാത്രമായി എത്തിയ അരുന്ധതി എന്ന സിനിമയുടെ റെക്കോർഡ് മറികടന്ന് സാമന്തയുടെ ബായ് ഇന്ത്യ ബംഗാരം എന്നുള്ള പടം റെക്കോർഡ് നേടിയിരിക്കുകയാണ്. അതായത് ആദ്യ ദിവസം അരുന്ധതി എന്ന സിനിമ 70 കോടി നേടിയപ്പോൾ ഇവിടെ ബായ് ഇന്ത്യ ബംഗാരം 83.12 കോടിയാണ് ഒരു ദിവസത്തെ കളക്ഷനായിട്ട് ലഭിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് ഒരു ആക്ഷൻ ത്രില്ലറാണ്. ആ ഒരു ആക്ഷൻ മൂവിയാണ്, എന്താ പറയുക, ആ ഒരു ഗോസ്റ്റ് മൂവി
മൂവിയായിട്ട് കോമ്പറ്റേറ്റ് ചെയ്ത് ആ റെക്കോർഡ് തകർത്തിരിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ പ്രൊഡക്ഷനും എന്താ പറയാ സാമന്തയുടെ കമ്പനി തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. നല്ല പൈസ 70 കോടി കളക്ഷനാണ് കിട്ടിയിരിക്കണത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2009 പറയണത് ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അരുന്ധതി റിലീസായിരിക്കണേ. അരുന്ധതി കഴിഞ്ഞതും പിന്നെ അനുഷ്ക അതിൽ ഹിറ്റായി വേട്ടക്കാരനിൽ വന്ന് അഭിനയിച്ചു. അപ്പോഴാണ് ഞാൻ അനുഷ്ക അങ്ങനെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അന്ന് CD DVD ഒക്കെ ഇട്ടിട്ടാണ് ഈ സിനിമ കണ്ടിരിക്കണം, അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. പക്ഷേ അത് വലിയൊരു സംഭവമായിട്ട് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. കാരണം 2009 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ വേട്ടക്കാരൻ സിനിമ കാണാൻ പോയത്, അതായത് ആ ടൈമിൽ A ക്ലാസ് തിയേറ്ററിൽ 30 രൂപയായിരുന്നു ബാൽക്കണിയിൽ. അന്ന് A ക്ലാസ് തിയേറ്ററിൽ 30 രൂപയായിരുന്നു ബാൽക്കണിയിൽ സീറ്റ്. പിന്നെ ഇടയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 21 രൂപയും ഫ്രണ്ടിലിരിക്കാൻ 18-15 രൂപയായിരുന്നു ടിക്കറ്റ് ഉണ്ടായിരുന്നത്, ടിക്കറ്റിൻ്റെ വില ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് അത്രയും കളക്ഷൻ അരുന്ധതിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അരുന്ധതി ഇന്ന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഈ 70 കോടിയിൽ എന്തായാലും നിൽക്കില്ല എന്ന് ഉറപ്പുള്ളൊരു കാര്യമാണ്. എന്തായാലും 150-200 കോടിയിൽ പോയിട്ടുണ്ടാവും. അന്നത്തെ ടിക്കറ്റ് റേഷ്യോ നോക്കണം, ഇന്നത്തെ ടിക്കറ്റ് റേറ്റ് നമ്മൾ നോക്കാം. ഇന്നത്തെ പത്രവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പത്രവാർത്തകളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.